ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ് മക്കളെ. നിങ്ങളുടെ നീറ്റ് ജെഇ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. എക്സാം ഒക്കെ വരുന്നു. ജെഇ എക്സാം ഇപ്പം അടുത്ത് ഓൾമോസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതുന്നെന്ന് വിശ്വസിക്കുന്നു. നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോടാണ് പ്രോപ്പറായിട്ട് ഇനിയുമുള്ള സമയം പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അതായത് ഒരു 3.5 മാസം സമയം. ആ സമയം ഉള്ളപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് നീറ്റ് 2024 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി വരാം. കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ ബാറ്ററി ഹൂസ് EMF ഈസ് 10 volt. The terminal resistance 1 ohm when connected through an external resistance 4 ohm shown in the figure. നമ്മളോട് ചോദിച്ചത് ടെർമിനൽ വോൾട്ടേജ് ഓഫ് ബാറ്ററി ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഒരു സെല്ലിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ 2 ടേംസ് കേൾക്കുന്നുണ്ട്. ഒന്ന് ടെർമിനൽ വോൾട്ടേജ്, 2 EMF എന്ന് പറയുന്ന ടേം. ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. അടുത്തൊരു ടേമാണ് EMF. അപ്പൊ അത് രണ്ടും എന്താണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പൊ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഈ സെല്ലില് നോക്കിക്കുക, അതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് R ഉണ്ട്, ഇവന്റെ EMF E ആണ്. ഇതൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തു. പക്ഷെ ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തു. പക്ഷെ ഇവിടെ സ്വിച്ച് ഓപ്പൺ ആണ്. കണ്ടു, ഇവിടെ സ്വിച്ച് ഓപ്പൺ ആണ്. അപ്പൊ ഈ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഈ സെല്ലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കറണ്ട് എത്രയാ? I എന്ന് പറയുന്നത് 0. സ്വിച്ച് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ സെല്ലിൽ നിന്ന് കറണ്ട് ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല. കറണ്ട് വിഡ്രോ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ EMF എന്ന ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. EMF is the terminal voltage across a cell when it is not supplying any current. കറണ്ട് ഒന്നും തരുന്നില്ല. മനസ്സിലായോ? ഇനി മറിച്ച് നമ്മൾ ഈ സ്വിച്ച് അങ്ങ് ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുക. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവിടെ ആരുണ്ട്? ഇവിടെ ഒരു I കറണ്ട് പിന്നെ ഉണ്ട്. ഇവിടെ ഒരു I കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ I കറണ്ട് ഫ്ലോ ചെയ്താൽ പിന്നെ ഈ റെസിസ്റ്ററിന് അക്രോസ് എന്തുണ്ടാവുന്നുണ്ട്? ഈ റെസിസ്റ്ററിന് അക്രോസ് ഒരു V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് ടെർമിനൽ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് കോൺസെപ്റ്റിലൂടെ മനസ്സിലാക്കി വരാം. ആ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷനോട് ഒന്ന് പഠിച്ചിരിക്കുക. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. സെല്ല് ഡിസ്ചാർജിങ്ങും അതേപോലെ ടെർമിനൽ വോൾട്ടേജ് നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്. സെല്ല് ഡിസ്ചാർജിങ് അതുപോലെ സെല്ലിന്റെ ചാർജിങ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഒരു സർക്യൂട്ട് ഞാൻ എടുക്കുന്നു. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇത് സെല്ലിന്റെ EMF E ആണ്. ഈ സ്മോൾ r എന്ന് എഴുതിയിരിക്കുന്നത് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഒരു സെല്ലുണ്ട്, ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഈ ബോക്സിനകത്ത് ഇട്ടിരിക്കുന്ന അത് മൊത്തത്തിൽ ചേരുന്നതാണ് ഒരു സെല്ല്. ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ഈ സർക്യൂട്ട് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ അവിടുന്ന് വിഡ്രോ ചെയ്ത കറണ്ട് ആണ് I എന്ന് അസ്യൂം ചെയ്യാം. ഇതിന്റെ ടെർമിനലിലുള്ളതാണ് വോൾട്ടേജ് V. ക്ലിയർ? അപ്പൊ ഈ I കറണ്ട് കാണാൻ ഒരു സെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കണം. നമുക്ക് കറണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ കറണ്ട് ഇൻ ദ സർക്യൂട്ട് കാണാം. കറണ്ട് കാണാൻ EMF ബൈ റെസിസ്റ്റർ, EMF ബൈ ഈ റെസിസ്റ്ററിൽ കൂടിയും ഈ റെസിസ്റ്ററിൽ കൂടെ കയറും. അപ്പൊ ഇവര് സീരീസ് ആണ്. EMF ബൈ റെസിസ്റ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് E ഈക്വൽ ടു IR പ്ലസ് IR എന്ന് എഴുതാം. മക്കളെ ഈ IR കണ്ടോ, ബൈ ഓംസിലോ അത് V ആണ്. അപ്പൊ ഈ IR നെ ഞാൻ V എന്ന് റീപ്ലേസ് ചെയ്യുന്നു. ദേ നോക്കൂ, E ഈക്വൽ ടു V പ്ലസ് IR. ഈ V നെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വോൾട്ടേജ്. ആ V ആണ് ടെർമിനൽ വോൾട്ടേജ്. ആ ടെർമിനൽ വോൾട്ടേജ് കാണാൻ ഇക്വേഷൻ എന്താ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് V ഈക്വൽ ടു IR എന്ന് എഴുതി എടുക്കാം, ടെർമിനൽ വോൾട്ടേജ് കിട്ടും. അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ടെർമിനൽ വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ ഈ IR നെ ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. ദേ ടെർമിനൽ വോൾട്ടേജ് V ഈക്വൽ ടു E മൈനസ് IR. ഈ ഇക്വേഷനോട് പഠിച്ചു വെച്ചേക്കുക. ടെർമിനൽ വോൾട്ടേജ് V ഈക്വൽ ടു E മൈനസ് IR. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. E എന്ന് പറഞ്ഞാൽ EMF ഓഫ് സെല്ലും, IR എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസിലുള്ള ലോസും ആണ്. അതാ ലോസ് ടു വോൾട്ടേജ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ഇങ്ങനെ ഓർത്തു വെക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് എ സെൽ ഈസ് ഡിസ്ചാർജിങ്, ഓർത്തോണം, ഇഫ് എ സെൽ ഈസ് ഡിസ്ചാർജിങ്, ഒരു സെല്ല് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും കറണ്ട് പുറത്തോട്ടായിരിക്കും. ഇഫ് എ സെൽ ഈസ് ഡിസ്ചാർജിങ്, അതിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് നമ്മൾ പുറത്തേക്കായിരിക്കും വരയ്ക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇനി സെല്ല് ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ EMF കുറയുന്നു എന്നാ. കണ്ടോ, EMF ന്ന് ആരോ കുറയുന്നു. കണ്ടോ, EMF ന്ന് ഒരാൾ കുറയുന്നു, അതാണ് V. അപ്പൊ സെല്ല് ചാർജിങ് ആണെങ്കിലോ, ഈ സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് പുറത്തോട്ടായിരുന്നെങ്കിൽ, സപ്പോസ് ഒരു സെല്ല് ചാർജിങ് ആണെങ്കിൽ അതിന്റെ അകത്തോട്ടായിരിക്കും.
പോസിറ്റീവിനകത്തോട്ടായിരിക്കും. അപ്പൊ ഇക്വേഷൻ വി ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ ആയിട്ട് മാറും. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ സെല്ല് ഡിസ്ചാർജിങ് ആണ്, സെല്ലിന്റെ പോസിറ്റീവിന്ന് കറണ്ട് പുറത്തോട്ട്, ഇക്വേഷൻ ഇ മൈനസ് ഐ ആർ ആയി. ക്ലിയർ. ഇവിടെ നോക്ക്, സെല്ല് ചാർജിങ് ആണ്, അപ്പൊ അതിന്റെ പോസിറ്റീവ് ടെർമിനലിനകത്തേക്ക് വേണം കറണ്ട് ചെല്ലാൻ, അപ്പൊ അത് പ്ലസ് ആയിട്ട് മാറി, വി ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ. ഇതൊക്കെ നമുക്ക് ക്രിച്ച്ഓഫ് ലോ ഒക്കെ വെച്ച് പറയാവുന്നതാണ്. പക്ഷെ റൈറ്റ് നൗ നമുക്ക് എക്സാം ഡേറ്റ് ഒക്കെ അടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ ബാറ്ററി ഹൂസ് EMF 10 വോൾട്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം നെറ്റ് കറണ്ട് കണ്ടുപിടിക്കുക. I എന്ന് പറയുന്നത് EMF ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് ആണ്, നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. അപ്പൊ EMF എത്രയുടെ മക്കളെ? അത് 10 വോൾട്ട് ആണ്. ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് എത്ര? 4 ഒന്നുകൂടെ ഇങ്ങനെ സീരീസ് അല്ലേ, അപ്പൊ അത് 5 ആണ്. സോ കറണ്ട് കിട്ടി എത്ര? 2 ആംപിയർ. സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. കറണ്ട് എനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി, 2 ആംപിയർ ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? when connected through an external resistance, terminal voltage. Terminal voltage ആണ് V equal to IR എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പഠിച്ച ഇക്വേഷൻ V equal to E minus EIR. V equal to E minus IR. ക്ലിയർ. അപ്പൊ V equal to E എത്രയാണ് മക്കളെ? E എത്രയാണ്? 10 ആണ്. മൈനസ് IR, I എത്രയാണ്? 2 ആണ്. R എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ആണ്. അപ്പൊ 10 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വോൾട്ട്. 8 വോൾട്ട്. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇങ്ങനെ ഇക്വേഷൻ ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. കാര്യം നിങ്ങൾക്ക് കറണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള ടെർമിനൽ വോൾട്ടേജ് കാണാൻ ഓംസിലും അപ്ലൈ ചെയ്താൽ മതി. V is equal to I into R ആണ്. I 2 എന്നും അവിടെ R 4 എന്നും തന്നിട്ടുണ്ട്. ഇത് 8 വോൾട്ട് എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്താലും മതി, എങ്ങനെ വേണേലും ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊന്ന് മനസ്സിലായെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടുന്നതായിരിക്കും. അടിപൊളിയായിട്ട് പഠിക്കുക. ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ഗ്രോ ടുഗെദർ. താങ്ക് യു സോ മച്ച്.